നോഹയുടെ സമയത്ത് ആഗോളതലത്തിലുണ്ടായ ആ പ്രളയത്തെപ്പറ്റിയുള്ള ഒരു തെളിവും കൂടെ ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടുണ്ടോ? ആ നോഹയുടെ പെട്ടകത്തെ ചൂണ്ടിക്കാണിക്കുന്ന, ആ ലൊക്കേഷൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പുരാതന മാപ്പ് ഇപ്പോൾ കണ്ടുകിട്ടിയിട്ടുണ്ടോ? അതൊക്കെയാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ. ഹലോ, ഐ എം ജോർജ് മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. ഇമേജ് ഓഫ് മുണ്ടി അല്ലെങ്കിൽ ബാബിലോണിയൻ മാപ്പ് ഓഫ് ദ വേൾഡ്, ബാബിലോണിൻ്റെ ലോകത്തിൻ്റെ മാപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ വസ്തു 9 മുതൽ 7 നൂറ്റാണ്ട് BC വരെയുള്ള ഡേറ്റിലാണ് അതിൻ്റെ ഡേറ്റ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ഹോർമൂസ് റസാം എന്ന് പറയുന്ന ഒരു വ്യക്തി പുരാതന മെസപ്പൊട്ടാമിയയുടെ പ്രദേശത്ത് നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. ഈ ചെറിയ ക്ലേ ടാബ്ലറ്റ്, മണ്ണുകൊണ്ടുണ്ടാക്കിയ ഈ ടാബ്ലറ്റാണ് ലോകത്തിൻ്റെ ഏറ്റവും പ്രായമേറിയ മാപ്പ് എന്ന് കാണുവാൻ സാധിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ക്യൂണിഫോം സ്ക്രിപ്റ്റിലാണ്. അതിൻ്റെ സെൻട്രലിലാണ് യൂഫ്രട്ടീസ് നദിയും, പിന്നെ ബാബിലോൺ എന്ന് പറയുന്ന പട്ടണത്തെ അതിൻ്റെ സെൻട്രൽ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനും ബിറ്റർ റിവർ, കയ്പുള്ള നദി എന്ന് പറയുന്ന ഒരു വാട്ടർ ബോഡി, അതാണ് അന്നത്തെ അറിയപ്പെട്ട ലോകത്തിൻ്റെ അതിർത്തി. പിന്നെ ആ ഒരു സർക്കിളിൻ്റെയും പുറത്തായിട്ടുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഈ പുരാതന മാപ്പ് പഠിക്കുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഈ മാപ്പ് വിരൽ ചൂണ്ടുന്നത് നോഹയുടെ പെട്ടകം എവിടെയാണ് എന്നുള്ള ആ ലൊക്കേഷനിലേക്കാണെന്നാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? ഈ ടാബ്ലറ്റ് ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നത് പുരാതന മെസപ്പൊട്ടാമിയ, അതായത് ഇന്നത്തെ കാലത്തെ ഇറാഖിൻ്റെ പ്രദേശത്തിൽ നിന്നാണ്. അതേ സ്ഥലത്ത് തന്നെയാണ് ബൈബിൾ പറയുന്ന ആ പ്രളയത്തിന് ശേഷം ഉണ്ടായ ആദ്യത്തെ സിവിലൈസേഷനുകൾ, നാഗരികതകൾ സെറ്റിൽ ചെയ്തത്. നോഹയും തൻ്റെ കുടുംബാംഗങ്ങളും ആ പ്രളയത്തിന് ശേഷം ഈ പറയുന്ന സ്ഥലത്താണ് സെറ്റിൽ ചെയ്തതും മൾട്ടിപ്ലൈ ചെയ്തതും. ഉൽപ്പത്തി 11 2 വാക്യത്തിൽ പറയുന്നത്, അവർ ആ കിഴക്ക് നിന്ന ആ പ്രദേശത്തിൽ നിന്ന് യാത്ര ചെയ്തു വന്നപ്പോൾ ഷീനാറിൻ്റെ പ്രദേശത്ത് പരന്ന ഒരു സ്ഥലം അവിടെ എത്തുകയും അവിടെ അവർ പാർത്തു എന്ന്. ഉൽപ്പത്തി 10 എടുത്തു പറയുന്ന സ്ഥലങ്ങളിലെ ചിലതാണ് ബാബേൽ, എരക്, ആക്കാദ് എന്ന് പറയുന്ന ആ സ്ഥലങ്ങൾ. അപ്പോൾ ബൈബിൾ തന്നെ എടുത്തു പറയുന്നു ആ പ്രളയത്തിന് ശേഷം ഉണ്ടായ സിവിലൈസേഷനുകൾ, നാഗരികതകൾ സെറ്റിൽ ചെയ്തത് മെസപ്പൊട്ടാമിയയുടെ പ്രദേശത്താണ്. ഈ ബാബിലോണിയൻ മാപ്പ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ്. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്നത് അസീറിയോളജിസ്റ്റായ ഇർവിങ് ഫിങ്കലാണ്. ഒറ്റ നോട്ടത്തിൽ ഈ മാപ്പ് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെയധികം അർത്ഥം പാക്ക് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവാണ്. ഈ ടാബ്ലറ്റ് കാണിക്കുന്നത് ലോകത്തെ ഒരു സർക്കുലർ രീതിയിൽ കാണിച്ചിട്ട് അതിൻ്റെ ചുറ്റിനും ഒരു വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ബോഡി, അതിനെ വിളിക്കുന്നത് ബിറ്റർ റിവർ, കയ്പുള്ള നദി. ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് മെസപ്പൊട്ടാമിയയുടെ പ്രദേശം. അതിൻ്റെ ഉള്ളിൽ യൂഫ്രട്ടീസ് നദി വടക്ക് നിന്നും തെക്കോട്ട് ഒഴുകുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ടൈഗ്രിസ് നദിയുമുണ്ട്. ഈ 2 നദികളാണ് ഏദൻ തോട്ടത്തിൽ കണ്ട ആ 4 നദികളിലെ 2 ബാബിലോൺ എന്ന് പറയുന്ന ആ പട്ടണം ഇതിൻ്റെ നേരെ മിഡിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. ഇർവിൻ ഫിങ്കൽ പറയുന്നത് ആ മാപ്പിലെ ആ റൗണ്ട് സർക്കിളുകൾ ചില സ്ഥലങ്ങൾ, ഗോത്രങ്ങൾ, ചില ദേശങ്ങൾ, ഉദാഹരണത്തിന് ഹബ്ബാൻ, അസീറിയ, ഡേർ, സൂസ എന്ന പ്രദേശങ്ങളാണ്. സൂസായെ കാണിച്ചിരിക്കുന്നത് തെക്കോട്ടാണ്. ഉറാർത്തു എന്ന് പറയുന്ന സ്ഥലം നോർത്ത് ഈസ്റ്റ്. ഉറാർത്തുവെ പറ്റി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ബൈബിളിൽ സൂസ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ നമ്മൾ കാണുന്നുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിൽ, അതായത് സെർക്സസ് രാജാവിൻ്റെ സമയത്ത് പേർഷ്യയുടെ സാമ്രാജ്യം ഏലാമിൻ്റെ പ്രദേശത്തിലുണ്ടായിരുന്ന ആ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്യാപിറ്റൽ നഗരമായിരുന്നു. ഈ ഒരു സ്ഥലത്തെയാണ് പ്രധാനമായിട്ടും എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ആ സംഭവങ്ങളെല്ലാം അവിടെയാണ് സംഭവിക്കുന്നത്. അതിനോടൊപ്പം നെഹമ്യാ 1:1, ദാനിയേൽ 8:2, അവിടെയെല്ലാം നമ്മൾ സൂസ എന്ന് പറയുന്ന പ്രദേശത്തെ കാണുന്നുണ്ട്. പിന്നെ ആ മാപ്പിൻ്റെ ബോട്ടം, അതായത് താഴെ നമ്മൾ കാണുന്നത്, ആ ക്യൂണിഫോം റൈറ്റിങ്ങിൽ കാണുന്നത് ഒരു സ്വാമ്പ് ഏറിയയും അതിൻ്റെ ലെഫ്റ്റിൽ ഒരു ചാനലും പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള രീതിയിൽ ഒരു വലിയ പർവ്വതവും. എല്ലാത്തിൻ്റെയും ചുറ്റിനും ആ സർക്കുലർ ഓഷൻ, ആ സമുദ്രം, അതിനെ വിളിച്ചത് ബിറ്റർ റിവർ, അതായത് അന്നത്തെ അറിയപ്പെടുന്ന ലോകത്തിൻ്റെ അതിർത്തി. ആ ഒരു ഓഷൻ, ആ സമുദ്രത്തിൻ്റെയും അപ്പുറത്താണ് ആ ട്രയാങ്കുലർ റീജിയൻസ്. അതിനെ അവർ കണ്ടത് ഏറ്റവും ദൂരത്തുള്ള പ്രദേശങ്ങളും മലകളും. ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഒരു മാപ്പ് മാത്രമല്ല, അതിൽ ചില ടെക്സ്റ്റ് വിവരണങ്ങളുമുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഈ സർക്കുലർ വേൾഡ് മാപ്പ് കാണുന്നത്. അതിൻ്റെ മുകളിലായിട്ടുള്ള ആ ടെക്സ്റ്റിൽ ഒരു ചെറിയ വിവരണം നമ്മൾ കാണുന്നു. അതിൻ്റെ റിവേഴ്സ് സൈഡിലാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണങ്ങൾ, അങ്ങ് ദൂരത്തുള്ള സ്ഥലങ്ങളെ പറ്റിയുള്ള വിവരണങ്ങളും കാണുന്നത്. ഈ മാപ്പിൻ്റെ ഔട്ടർ ഭാഗങ്ങളിൽ കാണുന്ന ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഭാഗങ്ങളെ പറ്റിയാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ആ സർക്കുലർ ഓഷൻ്റെ ചുറ്റിനുമുള്ള ആ ട്രയാങ്കുലർ ഷേപ്പുകൾ, അതിനെ കരുതിയിരുന്നത് അങ്ങ് ദൂരത്തുള്ള പ്രദേശങ്ങളും
കുന്നുകളും, അതായത് അറിയപ്പെട്ട ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള സ്ഥലങ്ങൾ. യഥാർത്ഥമായിട്ടും 8 ഇപ്രകാരമുള്ള റീജിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിലെ ചിലത് മാത്രമേ ആ ഒരു വസ്തുവിൽ സർവൈവ് ചെയ്തിട്ടുള്ളൂ. വർഷങ്ങളായിട്ടുള്ള രീതിയിൽ പണ്ഡിതന്മാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അതിൻ്റെ ഒരു ചെറിയ ഭാഗം മിസ്സിംഗ് ആയിരുന്നു. കുറച്ച് നാൾ മുമ്പ് ആ ഒരു മിസ്സിംഗ് പാർട്ട് കണ്ടുകിട്ടി. അതും കൂടെ കണ്ടുകിട്ടിയപ്പോഴാണ് ഇർവിങ് ഫിങ്കലിനെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് ഈ മാപ്പിനെയും ആ എഴുതപ്പെട്ട വിവരണങ്ങളെയും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായത്. ആൻഡ് അതിലെ ഒരു വിവരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആ ഫ്രണ്ടിലും ബാക്കിലും കാണുന്ന ആ വിവരണങ്ങൾ നോക്കുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആയിട്ടല്ല പോകുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ മാപ്പിൻ്റെ വിവരണം എന്താണ് പറയുന്നത്? അതിൽ പറയുന്നത് അങ്ങ് ദൂരത്തുള്ളൊരു സ്ഥലം, അതിൽ ആ പ്രളയത്തെ അതിജീവിച്ച ഒരു വ്യക്തി, അതിനോടൊപ്പം ഒരു നിധിയും. അതിൽ പറയുന്നത് നിങ്ങൾ ഈ വെള്ളങ്ങളുടെ അപ്പുറം 7 ലീഗുകൾ സഞ്ചരിക്കണം അറിയപ്പെടുന്ന ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തണമെങ്കിൽ. അതിൽ പറയുന്നത് ആ വെള്ളം ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഏറ്റവും അങ്ങേ അറ്റത്തായിട്ട് ഒരു വളരെ ഉയരമുള്ള ഒരു കുന്നിൻ്റെ പ്രദേശത്തിൽ ചെന്നെത്തും. ഈ ടാബ്ലറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വലിയൊരു വസ്തു ഈ പറയുന്ന ദിക്കിലേക്ക് പോയി കഴിയുമ്പോൾ ആ സ്ഥലത്ത് വലിയൊരു വസ്തുവിനെ കാണുവാൻ സാധിക്കുമെന്ന്. ഇറ്റ്സ് ലൈക്ക് പണ്ടത്തെ ആളുകളോട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുവാനായിട്ടുള്ള വഴി ചോദിക്കുമ്പോൾ പറഞ്ഞു തരുന്ന ആ ഒരു ഇൻഡിക്കേഷൻ, അപ്രകാരമുള്ള രീതിയിലാണ് ഈ മാപ്പിലുള്ള ഡയറക്ഷൻസ് നമ്മൾ കാണേണ്ടത്. അതിൽ പറയുന്നത് പഴ്സിക്തു വെസൽ എന്ന് പറയുന്ന അപ്രകാരമുള്ളൊരു കപ്പലിൻ്റെ അത്രയും കട്ടിയുള്ള തടി കൊണ്ടുള്ള ബീമുകൾ അവിടെ ആ വസ്തുവിലുണ്ടെന്ന്. ഇവിടെയാണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത്. പുരാതന മെസപ്പൊട്ടേമിയയിലുള്ള കൾച്ചേഴ്സിൽ ബൈബിളിൽ കാണുന്ന ആ പ്രളയത്തിനെ പോലെയുള്ള കഥകൾ മറ്റ് ചില ഡോക്യുമെൻറ്റുകളിലും എഴുതപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ചിലർ പറയുമായിരിക്കും ബൈബിളിൽ മാത്രമേ നോഹയുടെ പ്രളയത്തെപ്പറ്റിയോ കാണുന്നുണ്ടെന്ന്. അല്ല, മറ്റ് ചില രേഖകളിലുമുണ്ട്. ഉദാഹരണത്തിന് എപ്പിക് ഓഫ് ഗിൽഗാമെഷ്, അതിൽ കാണുന്ന വ്യക്തി ഉത്നാപിഷ്ടിം എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തെയാണ് അതിനകത്ത് ഹീറോ ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ ബോട്ട് ഉണ്ടാക്കി പിന്നീട് പക്ഷികളെ അയക്കുന്നുണ്ട് ഉണങ്ങിയ നിലം കണ്ടെത്തുവാനും, പിന്നീട് ആ പക്ഷികളെ യാഗമൊക്കെ അർപ്പിക്കുന്നുണ്ട്. ഉത്നാപിഷ്ടിം എന്ന് പറഞ്ഞാൽ ബാബിലോണിയ ഭാഷയിൽ ആ പദത്തിൻ്റെ അർത്ഥം ഹീ ഫൗണ്ട് ലൈഫ്, ജീവൻ അവൻ കണ്ടെത്തി. പിന്നെ കാണുന്ന മറ്റൊരു ഡോക്യുമെൻ്റാണ് എപ്പിക് ഓഫ് അട്രഹാസിസ്. അത് 18ാം നൂറ്റാണ്ട് BC-യിലെ ഒരു ഡോക്യുമെൻ്റാണ്. അതിൽ കാണുന്നത് അട്രഹാസിസ് എന്ന് പറയുന്ന ഒരു ജ്ഞാനിയായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹത്തോട് എൻകി എന്ന് പറയുന്ന ദൈവം കൽപ്പിക്കുകയാണ് വലിയ ഒരു പിച്ച് സീൽഡ് ബോട്ട് ഉണ്ടാക്കി അങ്ങനെ ആഗോളതലത്തിലുള്ള പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുകയും മാനവജാതിയെ രക്ഷിക്കുകയും വേണമെന്ന്. അട്രഹാസിസ് എന്ന് പറയുന്ന ആ പദത്തിൻ്റെ ആ പേരിൻ്റെ അർത്ഥം വെരി വൈസ്, വലിയ ജ്ഞാനമുള്ളവൻ. പിന്നീട് നമ്മൾ കാണുന്നതാണ് എറിദുജെനസിസ്, അതായത് സുമേരിയൻ അക്കൗണ്ടാണ് ബൈബിളിൽ കാണുന്ന നോഹയുടെ അപ്രകാരമുള്ള തന്നെ ഉള്ള വേറെ ഒരു അക്കൗണ്ടാണ് എറിദുജെനസിസ്. അതിലെ ആ വ്യക്തിയാണ് സിയൂസുദ്ര. ആ വ്യക്തിയും ഇപ്രകാരമുള്ളൊരു വലിയ ഒരു പ്രളയത്തെ അതിജീവിക്കുവാൻ വലിയ ഒരു ബോട്ട് ഉണ്ടാക്കി മാനവജാതിയെയും മൃഗങ്ങളെയും രക്ഷിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. സിയൂസുദ്ര എന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം ഹീ ഹൂ സോ ലൈഫ്, ജീവൻ കണ്ടെത്തിയവൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫെമിലിയറായിട്ട് തോന്നുന്നുണ്ടോ? പുരാതന ലോകത്തിൽ പല ഭാഷകൾ പലരും ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ അക്കൗണ്ടുകളിലെല്ലാം കാണുന്ന ഒരു കാര്യം, ഒരു വ്യക്തി ഒരു വലിയ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വലിയൊരു ബോട്ടുണ്ടാക്കി. നോഹയുടെ ആ കാര്യം നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് പോലെ തന്നെയുള്ള സംഭവമാണ് ഈ പറഞ്ഞ രേഖകളിലെല്ലാം നമ്മൾ വായിക്കുന്നത്. എബ്രായ ഭാഷയിൽ നോഹ എന്ന് പറയുന്ന ആ പേരിൻ്റെ അർത്ഥം റെസ്റ്റ്, കംഫർട്ട്, വിശ്രമം, ആശ്വാസം എന്നൊക്കെയാണ്. അപ്പോൾ ബൈബിളിൽ തന്നെ നമ്മൾ വായിക്കുന്നു ഉൽപ്പത്തി 6:9 നോഹ നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു, താൻ പെർഫെക്റ്റായിട്ടാണ് നടന്നത്, ദൈവസന്നിധിയിൽ നേരോടെ വിശ്വസ്തയോടെ നടന്നുവെന്ന്. ബൈബിളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് നോഹ ജീവിച്ച ആ വർഷം എന്ന് പറയുന്നത് 950 വർഷം അവൻ ജീവിച്ചു. അപ്പോൾ ഈ നമ്മൾ കണ്ട മറ്റ് അക്കൗണ്ടുകളിലെല്ലാം തന്നെ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് ഒരു ദൈവിക മുന്നറിയിപ്പ്, വലിയ ഒരു ബോട്ട്, മൃഗങ്ങളെ സൂക്ഷിക്കുന്നു, വലിയ ഒരു പ്രളയം, ഒരു ചെറിയ കുടുംബം രക്ഷപ്പെടുന്നു. അപ്പോൾ ഈ മാപ്പ് നോഹയുടെ പെട്ടകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമോ? ഈ മാപ്പിൽ വിവരിക്കുന്നത് ഒരു യാത്രയെ, അതായത് ഈ പറയുന്ന ദൂരത്തുള്ള ആ കുന്നിൽ ചെന്നാൽ അവർക്ക് അന്നത്തെ ആ പുരാതന ആ ബോട്ടിൻ്റെ ആ വലിയ കപ്പലിൻ്റെ വുഡൻ റിബ്സ്, തടി കൊണ്ടുണ്ടാക്കിയ റിബ്സ് അവശിഷ്ടങ്ങൾ കാണാമെന്ന്. അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ മാപ്പിൽ വിവരിച്ചിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബാബിലോണിയർക്ക് ആ പറയുന്ന സ്ഥലത്തിൽ ചെന്നാൽ അന്നത്തെ ആ നോഹയുടെ പെട്ടകം, ആ പെട്ടകത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ?
ഈ മാപ്പിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഉറാർത്തു എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ, അല്ലെ ആ പ്രദേശത്തിൻ്റെ പേര് തന്നെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നിങ്ങൾക്ക് ആ കണക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? ഉൽപ്പത്തി 8:4 ബൈബിൾ തന്നെ പറയുന്നത് അരാരാത്തിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിൽ നോഹയുടെ പെട്ടകം ഉറച്ചു എന്നുള്ളത്. കിങ്ഡം ഓഫ് ഉറാർത്തു എന്ന് പറയുന്ന ആ സ്ഥലത്തിന്, അതായത് ബാബിലോണിയ ആ പേരിൻ്റെ എബ്രായ പദമായിരുന്നു അരാരാത്ത്. നിങ്ങൾക്ക് ആ കണക്ഷൻ മനസ്സിലായോ? ഇന്ന് ടർക്കിയിലെ ആ അരാരാത്ത് പർവ്വതത്തിൽ ദുരുപ്പിനാർ ഫോർമേഷൻ എന്ന് പറയുന്ന നോഹയുടെ ആർക്കിനോട് സമമായിട്ട് ഷേപ്പുള്ള ഒരു ഫോർമേഷൻ ഉണ്ട്. നമ്മൾ ഉൽപ്പത്തി 6:15 വായിക്കുന്നത്, ദൈവം പറയുന്നത് ഇപ്രകാരം വേണം നീ ആ പെട്ടകം ഉണ്ടാക്കുവാൻ. ആ പെട്ടകത്തിൻ്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ആ ഒരു കാര്യങ്ങളെപ്പറ്റിയുള്ള മറ്റൊരു സന്ദേശം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ആ ഒരു സന്ദേശത്തിൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരമുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യമാണ്. ബൈബിൾ സത്യമാണ്. പിന്നെ ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ബൈബിളിനെ വിശ്വസിക്കാവുന്നത്, നമുക്ക് നമ്മുടെ നിത്യജീവൻ്റെ വിഷയത്തിലും ബൈബിൾ വിശ്വസിക്കാം. ദൈവം നോഹയും തൻ്റെ കുടുംബത്തെയും ഒരു വലിയ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചു. എന്തുകൊണ്ടാണ്? അവർ ആ പെട്ടകത്തിനുള്ളിലായിരുന്നു. അപ്പോൾ എങ്ങനെയാണോ ദൈവം പ്രളയത്തിൽ നിന്ന് നോഹയും തൻ്റെ കുടുംബത്തെയും രക്ഷിച്ചത്, അതുപോലെ ദൈവം യേശുക്രിസ്തുവിലൂടെ, യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷയ്ക്കായിട്ടുള്ള വഴി ഒരുക്കി വെച്ച് കഴിഞ്ഞു. 1 പത്രോസ് 3:20-21 തന്നെ പറയുന്നത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. ബൈ ദ വേ, ഞാൻ സ്നാനങ്ങളെപ്പറ്റിയുള്ള ആ ഒരു ടീച്ചിങ് സീരീസിൽ ഞാനൊരു സന്ദേശത്തിൽ പറഞ്ഞതാണ് എങ്ങനെയാണ് ജെനുവിനായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള രൂപാന്തരത്തിന് ശേഷം മുഴുവൻ ജലസ്നാനം നമ്മെ രക്ഷിക്കുന്നതെന്ന്. യേശുവിൻ്റെ ടീച്ചിങ്, പൗലോസ് അപ്പോസ്തലൻ്റെ ടീച്ചിങ് എല്ലാം കണക്ട് ചെയ്താണ് ഞാൻ ആ ഒരു സെഷനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ആ ബന്ധപ്പെട്ട സന്ദേശങ്ങളുടെ ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്ക് നിത്യനാശത്തിൽ നിന്ന് രക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു നാശം വരുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിത്തരുന്ന ഈ ഓഫർ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഓഫറിനെ തള്ളിക്കളയുന്നവർ നേരിടേണ്ടി വരുന്ന വലിയൊരു നാശം. അതിൽ പല വേദഭാഗങ്ങളുണ്ടെങ്കിലും ഒരെണ്ണം മാത്രം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2 പത്രോസ് 3:10 പറയുന്നത്, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ നേരിടേണ്ടി വരുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനമാണ്, അതായത് ദ ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. എന്തിനു വേണ്ടിയാണ്? പ്രതിഫലത്തിനു വേണ്ടി. യേശുവിനും ദൈവരാജ്യത്തിനും വേണ്ടിയും ചെയ്തതിനു വേണ്ടിയുള്ള പ്രതിഫലം വാങ്ങാനാണ് അവിടെ നമ്മൾ നിൽക്കാൻ പോകുന്നത്. മറ്റുള്ള സകലരും, അതായത് ദൈവത്തിൻ്റെ ആ രക്ഷയുടെ ഓഫറിനെ തള്ളിക്കളഞ്ഞ സകലരും വെള്ളസിംഹാസന ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കും. എന്നിട്ട് അവരെ നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. ബൈ ദ വേ, ഈ പറഞ്ഞ ന്യായവിധികളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശങ്ങളുടെ ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന നാളുകൾ അതെത്രയാണോ ആ നാളുകൾക്കുള്ളിൽ നമ്മൾ വൈസായി ജ്ഞാനത്തോടുകൂടി കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം നമ്മുടെ നിത്യതയുടെ വിഷയത്തെ സംബന്ധിച്ച്. അപ്രകാരം തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ബൈ ഫോർ നൗ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.